എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് ട്രയാങ്കിൾസ് ആൻഡ് സർക്കിൾസ്, ത്രികോണവും വൃത്തവും. നാം കഴിഞ്ഞ വർഷം, അതായത് 9ാം ക്ലാസ്സിൽ ഒരു വൃത്തത്തിന്റെ ആർക്ക് എന്ന് പറഞ്ഞാൽ ചാപം, അല്ലെ? ചാപം എന്താണ് നമ്മൾ പഠിച്ചു. ആർക്ക് എന്താണ്? ആർക്ക് എന്ന് പറഞ്ഞാൽ ഒരു സർക്കിളിലെ ഏതെങ്കിലും രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള ഭാഗത്തെയാണ് നാം എന്ത് പറയുക? ആർക്ക് എന്ന് പറയുക, അല്ലെ? അതായത് ഇപ്പൊ നമുക്ക് ഇതൊരു പോയിന്റ് എടുത്ത് വിചാരിക്കാം. ഈ രണ്ട് പോയിന്റ്, അപ്പൊ രണ്ട് പോയിന്റുകൾക്ക് ഇടയിലുള്ള ഇത്രയും ഭാഗത്തെ നമ്മൾ എന്ത് പറയും? ആർക്ക് എന്ന് പറയും, അല്ലെ? അതല്ലെങ്കിൽ നമുക്ക് നോക്കിയാൽ ഇവിടെ മുതൽ ഇത്രയും ഭാഗത്തേക്ക് നമുക്ക് എന്ത് പറയാം? ആർക്ക് എന്ന് പറയാം, അല്ലെ? അപ്പൊ ഇതൊരു വലിയ ആർക്ക്, ഇതൊരു ചെറിയ ആർക്ക്. അപ്പൊ ഈ ആർക്കിന്റെ ഈ രണ്ട് അറ്റങ്ങൾ, ഈ രണ്ട് പോയിന്റുകൾ നമുക്കറിയാം ഈ വൃത്തത്തിന്റെ സെന്ററുമായി യോജിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ഒരു ആംഗിൾ കിട്ടും, അല്ലെ? ഈ ആംഗിൾ നാം എന്താണ് പറയുക? സെൻട്രൽ ആംഗിൾ അഥവാ കേന്ദ്രകോൺ എന്ന് പറയും. അപ്പൊ ഇതാണ് നമ്മുടെ കേന്ദ്രകോൺ. അപ്പൊ നമുക്ക് ഈ ആംഗിൾ ഇപ്പോൾ ഒരു 60 ഡിഗ്രി ആണെന്ന് വിചാരിക്കാം. ഈ ആംഗിൾ ഇപ്പോൾ ഒരു 60 ഡിഗ്രിയാണ്. ഇനി നമുക്ക് ഈ ആർക്കിന്റെ നീളം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, അല്ലെ? എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? നമുക്കറിയാം മൊത്തം 360 ഡിഗ്രി, അതിൽ 60 ഡിഗ്രിയാണ് കേന്ദ്രകോണം, അല്ലെ? അതായത് 60/360, 360ൽ 60 ഡിഗ്രിയാണ് കേന്ദ്രകോൺ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പെരിമീറ്റർ, ചുറ്റളവ് എത്രയാണോ അതിന്റെ 60/360 ഭാഗമായിരിക്കും എന്ത്? ഈ ആർക്കിന്റെ നീളം, അല്ലെ? അപ്പൊ നാം എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? 60/360 ഇൻറ്റു ഇതിന്റെ വൃത്തത്തിന്റെ പെരിമീറ്റർ, അതായത് ചുറ്റളവ് 2πr. ഇപ്പോൾ വൃത്തത്തിന്റെ ചുറ്റളവ് ഒരു 5π ആണെന്ന് വിചാരിക്കുക. 5π ആണെങ്കിൽ നാം എങ്ങനെ കണ്ടുപിടിക്കും? 60/360 ഇൻറ്റു ഇത് നമുക്കൊരു 5π ആണെന്ന് വിചാരിക്കാം, 5π, അല്ലെ? അപ്പൊ ഇത് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ആർക്കിന്റെ നീളം നമുക്ക് കിട്ടും. ഇനി കോഡ്, ഒരു സർക്കിളിലെ കോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോഡ് എന്ന് പറഞ്ഞാൽ ഞാൻ, അല്ലെ? ഞാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതേ രൂപത്തിൽ തന്നെ ഒരു സർക്കിളിലെ ഏതെങ്കിലും രണ്ട് പോയിന്റുകൾ, ആ പോയിന്റുകൾ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈനെയാണ് നാം എന്ത് പറയുക? കോഡ് അഥവാ ഞാൻ എന്ന് പറയുക. അപ്പോൾ ഇപ്പൊ നോക്കിയാൽ നമ്മൾ ഈ രണ്ട് പോയിന്റുകൾ തന്നെ വിചാരിക്കുക. ഈ പോയിന്റുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ, അല്ലെ? അപ്പൊ നാം ഇവിടെ മുതൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതിനെന്ത് പറയും? നാം ഞാൻ എന്ന് പറയും, അല്ലെങ്കിൽ കോഡ് എന്ന് പറയും. അപ്പൊ ഈ വരയെയാണ് നാം എന്ത് പറയുക? കോഡ് എന്ന് പറയും. ആർക്ക് എന്ന് പറഞ്ഞാലോ ഈ വളഞ്ഞ ഇത്രയും ഭാഗത്തെ നാം ആർക്ക് എന്ന് പറയും. അപ്പൊ അത് ക്ലിയർ ആയല്ലോ? നാം ആർക്കിന്റെ നീളം കണ്ടുപിടിക്കുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്, അല്ലെ? ഇനി നമുക്ക് ഈ കോഡിന്റെ നീളം എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നാണ് നാം ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടെയും നമുക്ക് ഈ രണ്ട് പോയിന്റുകൾ നമ്മുടെ കേന്ദ്രവുമായി യോജിപ്പിക്കുന്ന ഈ ആംഗിൾ 60 ഡിഗ്രി ആണെന്ന് തന്നെ വിചാരിക്കുക. ഓക്കെ, അല്ലെ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഒരു ട്രയാങ്കിൾ കിട്ടി, ഒരു ത്രികോണം കിട്ടി, അല്ലെ? അപ്പൊ ഈ ത്രികോണത്തിന്റെ വശങ്ങളൊന്ന് നോക്കിയേ. ഇത് വൃത്തത്തിന്റെ കേന്ദ്രമാണ്. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും? ഇത് വൃത്തത്തിന്റെ റേഡിയസ് ആണ്, അല്ലെ? റേഡിയസ് അതായത് ആരം. അപ്പൊ ഇത് വൃത്തത്തിന്റെ ആരമാണ്. ഇതും റേഡിയസ് തന്നെയാണ്, അല്ലെ? അപ്പൊ ഇതും വൃത്തത്തിന്റെ ആരം. അപ്പൊ ഈ രണ്ട് വശങ്ങളും വൃത്തത്തിന്റെ ആരങ്ങളാണ്, അല്ലെ? അതായത് ഈ ത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾ എന്താണ്? ഈക്വൽ ആണ്. അപ്പൊ നമുക്കറിയാം ഒരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾ ഈക്വൽ ആയി കഴിഞ്ഞാൽ അവയ്ക്കെതിരെയുള്ള കോണുകൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും, അല്ലെ? അങ്ങനെയാണെങ്കിൽ ഈ വശത്തിന് ഓപ്പോസിറ്റുള്ള ഈ ആംഗിളും ഈ വശത്തിന് ഓപ്പോസിറ്റുള്ള ഈ ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്കറിയാം ഒരു ട്രയാങ്കിളിലെ മൊത്തം ആംഗിൾ എത്രയാണ്? 180 ഡിഗ്രി, അല്ലെ? 180 ഡിഗ്രി. അതിൽ 60 ഡിഗ്രി ഇത് പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ട്? 120 ഡിഗ്രി ഉണ്ട്, അല്ലെ? 120 ഡിഗ്രി. അപ്പൊ 120 ഡിഗ്രി ഈക്വൽ ആക്കി കഴിഞ്ഞാൽ എത്ര വരും? 60, അല്ലെ? അപ്പൊ ഈ ആംഗിൾ എത്ര ഉണ്ടായിരിക്കും? ഇത് 60 ഡിഗ്രി ആയിരിക്കും. ഈ ആംഗിളോ? ഇതും 60 ഡിഗ്രി, അല്ലെ? അങ്ങനെയാണെങ്കിൽ 3 ആംഗിളുകളും 60 ഡിഗ്രി വെച്ചായിരിക്കും. അപ്പൊ 3 ആംഗിളുകളും ഈക്വൽ ആയി കഴിഞ്ഞാൽ 3 വശങ്ങൾ ഈക്വൽ ആവുമല്ലോ? ആകും, അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇത് 6, ഇത് 6. അപ്പൊ ഇതിന്റെ നീളം എത്ര തന്നെയായിരിക്കും? 6 തന്നെയായിരിക്കും, അല്ലെ? 6. റേഡിയസ് തന്നെയായിരിക്കും. റേഡിയസ് എത്രയാണോ അത്രയും നീളമായിരിക്കും ഈ കോഡിന്റെ നീളം. അതായത് ഇഫ് സെൻട്രൽ ആംഗിൾ ഈസ് എത്ര ഡിഗ്രി? സെൻട്രൽ ആംഗിൾ 60 ഡിഗ്രി ആണെങ്കിൽ ലെങ്ത് ഓഫ് കോഡ്, അല്ലെ? കോഡിന്റെ നീളം ഈക്വൽ ടു റേസ് 6. അതായത് സെൻട്രൽ ആംഗിൾ കേന്ദ്രകോൺ 60 ഡിഗ്രി ആണെങ്കിൽ
ഈ കോഡിൻ്റെ നീളം എത്രയായിരിക്കും? റേഡിയസ് തന്നെ ആയിരിക്കും. റേഡിയസ് എത്രയാണോ അത്രയും ആയിരിക്കും ഈ ഏതിൻ്റെ നീളം? നമ്മുടെ ഞാണിൻ്റെ നീളം. ഇനി സെൻട്രൽ ആംഗിൾ 60 നിന്ന് കൂടുകയോ അല്ലെങ്കിൽ കുറയുകയോ ചെയ്താൽ സംഭവിക്കും? ഈ കോഡിൻ്റെ നീളവും വ്യത്യാസം വരും അല്ലേ? കുറയുകയോ അല്ലെങ്കിൽ കൂടുകയോ ചെയ്യും. അപ്പോൾ ഇനി നമുക്ക് സെൻട്രൽ ആംഗിൾ 60-ന് പകരം ഒരു 120 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. ഈ കോഡിൻ്റെ സെൻട്രൽ ആംഗിൾ കേന്ദ്രമായി ഉണ്ടാക്കുന്ന ആംഗിൾ ഒരു 120 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ കോഡിൻ്റെ നീളം എത്രയായിരിക്കും? അപ്പോൾ നമുക്കിത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? നമുക്ക് വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്ന് ഈ കോഡിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാം. അതായത് 90 ഡിഗ്രിയിൽ ഒരു വര എങ്ങനെ വരയ്ക്കാം. അപ്പോൾ ഞാൻ നോക്കിയ ഒരു പെർപെൻഡിക്കുലർ വരച്ചു അല്ലേ? അപ്പോൾ നമുക്കറിയാം ഇത് മൊത്തം ഡിഗ്രിയാണ് നമ്മൾ പറഞ്ഞത് 120 ഡിഗ്രി 120 ഡിഗ്രി അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ ഇത് എത്രയായിരിക്കും? 120 60ഉം 60ആയി മാറി അല്ലേ? അപ്പോൾ ഈ ചെറിയ ആംഗിൾ 60 ഡിഗ്രി, ഇതും 60 ഡിഗ്രി. ഓക്കെ അല്ലേ? ഇനി നോക്കിയേ, ഇവിടെ പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ഈ ആംഗിൾ എത്രയായിരിക്കും? ഇത് 90 ഡിഗ്രി. ഓക്കെ, ഇനി നോക്കിയേ, ഈ മട്ടത്രികോണം എടുത്ത് ഈ റൈറ്റ് ട്രയാംഗിൾ എടുത്തു കഴിഞ്ഞാൽ ഇത് 90, ഇത് 60. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്ര ഉണ്ടായിരിക്കും? 30 ഡിഗ്രി. ഇനി നമുക്കറിയാം ഈ വശം നോക്കിയത് എത്രയായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് എന്താണ്? വൃത്തത്തിന്റെ റേഡിയസ് ആണ് അല്ലേ? റേഡിയസ് ആണ്. അപ്പോൾ നമുക്കിത് റേഡിയസ് 6, ഇതിന്റെ നീളം 6. നമുക്കറിയാം ഒരു റൈറ്റ് ട്രയാംഗിളിലെ ആംഗിളുകൾ 30, 60, 90 ആണെങ്കിൽ നമുക്കതിന്റെ വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം അറിയാം അല്ലേ? ഏത് റേഷ്യോയിലായിരിക്കും എന്നറിയാം. നമുക്കൊരു പണിയാം, നമുക്ക് ഈ ട്രയാംഗിളിനെ മാത്രം ഒന്ന് ഇങ്ങോട്ട് വരയ്ക്കാം. അപ്പോൾ ഈ ട്രയാംഗിൾ ഞാൻ ഇങ്ങോട്ടൊന്ന് മാറ്റി വരച്ചു, അത്രയേ ഉള്ളൂ. ഇവിടെ നോക്കിയാൽ 30, ഇവിടെ 60, ഇത് 90 ഡിഗ്രി അല്ലേ? അപ്പോൾ നമുക്കറിയാം ഈ 90ക്ക് ഓപ്പോസിറ്റുള്ള വശം 6, റേഡിയസ് 6. അങ്ങനെയാണെങ്കിൽ 30ക്ക് ഓപ്പോസിറ്റ് എത്രയായിരിക്കും? നാം അത് പഠിച്ചതാണ് അല്ലേ? ഇത് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എത്രയാണോ അതിൻ്റെ പകുതി ആയിരിക്കും. അപ്പോൾ 30ക്ക് ഓപ്പോസിറ്റ് r/2. ഇതെല്ലാവർക്കും ഓർമ്മയില്ലേ? ഇതൊന്നും മറക്കാൻ പാടില്ല. ഇത് r/2. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എന്തായിരിക്കും? 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എത്രയാണോ അതിനെ നാം എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി? √3 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ? അതായത് r/2 ഇൻറ്റു √3. അതിന് വേണമെങ്കിൽ നമുക്ക് എന്ത് പറയാം? √3/2r. ഈ വശത്തിന്റെ നീളം നമുക്ക് കിട്ടി √3/2r അല്ലേ? അതായത് ഇവിടെ മുതൽ ഇവിടം വരെ എത്രയാണ് നീളം? √3/2r. അങ്ങനെയാണെങ്കിൽ അതേ നീളം തന്നെ ഇങ്ങോട്ടുണ്ടായിരിക്കും അല്ലേ? അതായത് നമുക്കപ്പോൾ മൊത്തം നീളം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? മൊത്തം നീളം കിട്ടാൻ √3/2r-നെ എന്ത് ചെയ്താൽ മതി? 2 കൊണ്ട് ഗുണിക്കണം അല്ലേ? ഇൻറ്റു 2. അപ്പോൾ എന്ത് സംഭവിക്കും? 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി എന്ത് വരും? √3r. √3r. അതായത് സെൻട്രൽ ആംഗിൾ 60 ഡിഗ്രി ആയപ്പോൾ ഈ കോഡിന്റെ നീളം 6 ആണ്. സെൻട്രൽ ആംഗിൾ എത്ര ഡിഗ്രി ആയപ്പോൾ? 120 അല്ലേ? 120 ഡിഗ്രി ആയപ്പോൾ കോഡിന്റെ നീളം എത്ര വന്നു? √3r. അപ്പോൾ നമുക്കറിയാം √3യുടെ വാല്യൂ നമുക്കറിയാലോ, 1.732 അല്ലേ? അപ്പോൾ 1.732 ഇൻറ്റു r. അപ്പോൾ ഇവിടെ സെൻട്രൽ ആംഗിൾ 60-ൽ നിന്ന് 120 ആയപ്പോൾ, അതായത് സെൻട്രൽ ആംഗിൾ ഇരട്ടിയായപ്പോൾ ആ കോഡിന്റെ നീളം ഇരട്ടിയാവുന്നുണ്ടോ? ഇല്ല അല്ലേ? r എന്നുള്ളത് എത്രയാണ്? 2r അല്ല ആകുന്നത്, ഇരട്ടിയാകുന്നില്ല. പകരം എത്രയാകുന്നുള്ളൂ? 1.732r ആകുന്നുള്ളൂ. അപ്പോൾ കോഡ് സെൻട്രൽ ആംഗിൾ ഇരട്ടിയായപ്പോൾ കോഡ് ഇരട്ടിയാകുന്നില്ല, കോഡിന്റെ നീളം ഇരട്ടിയാകുന്നില്ല. പക്ഷേ നാം ആർക്കിന്റെ കേസിൽ എന്താണ് പഠിച്ചത്? നാം 9ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നത് അല്ലേ? അതായത് സെൻട്രൽ ആംഗിൾ ഇരട്ടിയാകുമ്പോൾ ആർക്കിന്റെ നീളം ഇരട്ടിയാകും. മനസ്സിലായല്ലോ? അപ്പൊ ആർക്കാണെങ്കിൽ സെൻട്രൽ ആംഗിൾ ഇരട്ടിയായി കഴിഞ്ഞാൽ ആർക്കിന്റെ നീളം ഇരട്ടിയാകും. പക്ഷെ കോഡോ സെൻട്രൽ ആംഗിൾ 60-ൽ നിന്ന് 120 ഡിഗ്രി ആയപ്പോൾ കോഡിന്റെ നീളം ഇതിന്റെ ഇരട്ടി അല്ല, 2r ആകുന്നില്ല, മറിച്ച് 1.732r ആകുന്നുള്ളൂ. അപ്പൊ ഇത്രയും മനസ്സിലായില്ലേ? ഇനി നമുക്ക് സെൻട്രൽ ആംഗിൾ എത്രയാണെങ്കിലും ആ കോഡിന്റെ നീളം എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നോക്കിയാൽ ഈ സർക്കിൾ ഈ കോഡിന്റെ നീളം നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ സർക്കിളിന്റെ റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട് 2.5 സെന്റിമീറ്റർ. ഈ ആംഗിൾ ഒരു 100 ഡിഗ്രിയാണ്. സെൻട്രൽ ആംഗിൾ 100 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഈ കോഡിന്റെ നീളം എത്ര? ഇതാണ് ചോദ്യം. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ നോക്കിയാൽ ഇവിടെ നിന്ന് ഇതിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. അപ്പോൾ മൊത്തം 100 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 50 അല്ലേ? അപ്പോൾ ഈ ആംഗിൾ 50. ഇതെത്രയാണ്? പെർപെൻഡിക്കുലർ ആയിരിക്കുന്നത് ഇത് 90 ഡിഗ്രി. അപ്പോൾ ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഇതിന്റെ മൊത്തം ലെങ്ത് കിട്ടണം അല്ലേ? അപ്പോൾ അതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ഇത് റൈറ്റ് ട്രയാംഗിൾ ആണ്, മട്ടത്രികോണാണ്. ഈ മട്ടത്രികോണത്തിലെ ഈ ആംഗിൾ 50 ആണെന്നറിയാം.
ഇത് അല്ലേ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള ഈ വശം, അതായത് കർണം എത്രയാണ് 2.5 സെന്റിമീറ്റർ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഇത്രയും നീളം നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ. അതായത് ഇത് ഈ 50 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡാണിത്, ഇതാണെങ്കിലോ ഹൈപ്പോട്ടിനസ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? സൈൻ 50 അല്ലേ, സൈൻ 50 അതായത് ഓപ്പോസിറ്റ് സൈഡും പിന്നെ ഹൈപ്പോട്ടിനസ്. അപ്പോൾ സൈൻ 50 = എന്ത് വരും? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനസ്, അതായത് എതിർവശം ബൈ കർണം അല്ലേ. അപ്പോൾ എതിർവശം ബൈ കർണം നമുക്ക് നോക്കിയാൽ ഇതിൽ നിന്ന് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഓപ്പോസിറ്റ് സൈഡാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് എന്ത് വരും? ഓപ്പോസിറ്റ് സൈഡ് ഹൈപ്പോട്ടിനസ് ഇൻറ്റു സൈൻ 50 അല്ലേ, ഇവ തമ്മിൽ ഗുണിച്ചാൽ മതി. ഹൈപ്പോട്ടിനസ് ഇൻറ്റു സൈൻ 50. ഇവിടെ കർണം ഹൈപ്പോട്ടിനസ് എത്രയാണ്? 2.5 ഇൻറ്റു സൈൻ 50 അല്ലേ. സൈൻ 50യുടെ വാല്യൂ നമുക്ക് എന്തിൽ നിന്ന് കിട്ടും? നമ്മുടെ ടേബിളിൽ നിന്ന് കിട്ടും. അപ്പോൾ നമുക്കിവിടെ ഓപ്പോസിറ്റ് സൈഡ് അല്ലേ, അതായത് ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് വെച്ചാൽ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഭാഗം നമുക്ക് കിട്ടി 2.5 ഇൻറ്റു സൈൻ 50 അല്ലേ. ഇനി അത്രയും ഇവിടേക്കും ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നാം എന്ത് വേണം? ഇതിൻ്റെ ഈ കോഡിൻ്റെ ലെങ്ത് കിട്ടാൻ നാം എന്ത് വേണം? അതായത് ലെങ്ത് ഓഫ് കോഡ്. ഞാനിൻ്റെ നീളം കിട്ടാൻ എന്ത് വേണം? ഈ നീളത്തെ അല്ലേ, ഈ നീളം എന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ട് ഇവിടം വരെ ഉള്ളതാണ്. പിന്നെ നമുക്ക് ഇതിന് 2 കൊണ്ട് ഗുണിക്കണ്ടേ. അപ്പോൾ 2 ഇൻറ്റു 2.5 ഇൻറ്റു സൈൻ 50. അപ്പോൾ നമുക്ക് ഈ കോഡിൻ്റെ നീളം കിട്ടാൻ നാം എന്ത് ചെയ്താൽ മതി? നാം ഇവിടെ എന്താണ് ചെയ്തത്? 2 ഇൻറ്റു 2.5 ഇൻറ്റു സൈൻ 50 അല്ലേ. സൈൻ 50 എന്ന് പറഞ്ഞാൽ നോക്കിയേ, നമ്മുടെ സെൻട്രൽ ആംഗിൾ 100 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ സെൻട്രൽ ആംഗിളിൻ്റെ പകുതി നാം എടുത്തു. ശ്രദ്ധിക്കുക, സെൻട്രൽ ആംഗിളിൻ്റെ പകുതിയുടെ സൈനെ റേഡിയസ് കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞിട്ട് അതിനെ 2 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ കോഡിൻ്റെ ഏത് കോഡിൻ്റെയും നീളം നമുക്ക് കിട്ടും. അപ്പോൾ നോക്കിയേ, നമുക്ക് സെൻട്രൽ ആംഗിൾ തന്നിട്ടില്ല. ഈ 2 പോയിന്റുകൾ നോക്കിയാൽ ഈ സർക്കിൾ ഉണ്ടാക്കുന്ന ആംഗിൾ ഇവിടെ ശ്രദ്ധിച്ച് നോക്കാം. സർക്കിൾ ഉണ്ടാക്കുന്ന ആംഗിൾ ഈ ആംഗിൾ എത്രയായിരിക്കും? നമുക്കറിയാം സെൻട്രൽ ആംഗിളിന്റെ പകുതിയായിരിക്കും ഇത് അല്ലേ. അതായത് കോഡിന്റെ നീളം കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 2r 2 ഇൻറ്റു r അല്ലേ. 2 ഇൻറ്റു r 2r സൈൻ. സെൻട്രൽ ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ സെൻട്രൽ ആംഗിളിന്റെ പകുതി എഴുതാം. അതല്ലെങ്കിൽ ഈ ആംഗിൾ അറിയാമെങ്കിൽ ഈ ആംഗിൾ അതേ രൂപത്തിൽ തന്നെ എഴുതി അതിന്റെ സൈൻ കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ 50 ഡിഗ്രി ആയതുകൊണ്ട് 2r സൈൻ 50. മനസ്സിലായില്ലേ? ഇനി 60 ആണെങ്കിൽ 2r സൈൻ 60. ആ രൂപത്തിൽ നമുക്ക് ചെയ്യാം. ഇനി നമുക്കൊരു ചോദ്യം ഒന്ന് ചെയ്തു നോക്കാം. വാട്ട് ഈസ് ദി റേഡിയസ് ഓഫ് ദി സർക്കിൾ ഓഫ് എൻ ഈക്വലേറ്റർ ട്രയാങ്കിൾ ഓഫ് സൈഡ്സ് 3 സെന്റിമീറ്റർ? അതായത് 3 സെന്റിമീറ്റർ നീളമുള്ള, വശങ്ങളുടെ നീളമുള്ള ഒരു ഈക്വലേറ്റർ ട്രയാങ്കിൾ, സമഭുജ ത്രികോണം. മനസ്സിലായല്ലോ, സമഭുജ ത്രികോണമാണിത്. ഇതിന്റെ സർക്കിളിന്റെ അതായത് പരിവൃത്തത്തിന്റെ ആരം എത്രയാണെന്നാണ് ചോദ്യം. അപ്പൊ നമുക്കറിയാം പരിവൃത്തം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 3 മൂലകളിലൂടെയും കടന്നു പോകുന്ന ഈ സർക്കിളാണ് അല്ലെ, അതാണ് പരിവൃത്തം. അപ്പൊ അതിന്റെ റേഡിയസ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു സമഭുജ ത്രികോണമാണ് അല്ലെ. സമഭുജ ത്രികോണം എന്ന് പറഞ്ഞാൽ എന്താണ്? 3 വശങ്ങളും തുല്യമായിരിക്കും അല്ലെ. അപ്പൊ ഇവിടെ 3 ആണെങ്കിൽ ഇതും 3 ഇതും 3. ഓക്കെ, ഇനി നമ്മളോട് എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഇതിന്റെ റേഡിയസ് എത്രയാകുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സർക്കിളിന്റെ ഈ ത്രികോണത്തിന്റെ ഈ സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ത്രികോണത്തിന്റെ ഈ സൈഡ് എന്ന് പറഞ്ഞാൽ ഈ സർക്കിളിലെ ഒരു കോഡ് ആണ് അല്ലെ. അപ്പൊ ഇത് ഒരു കോഡ്, ഇത് വേറൊരു കോഡ്, ഇത് വേറൊരു കോഡ് അല്ലെ. അപ്പൊ 3 കോഡുകൾ തമ്മിൽ യോജിപ്പിച്ചാണ് എന്തുണ്ടായിട്ടുള്ളത്? ഈ ത്രികോണം ഉണ്ടായിട്ടുള്ളത് അല്ലെ. ഇവിടെ കോഡിന്റെ നീളം നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിന്റെ റേഡിയസ് നമ്മൾ കണ്ടുപിടിക്കണം. മനസ്സിലായില്ലേ? അപ്പൊ ഈ റേഡിയസ് ആണ് നമുക്ക് കിട്ടേണ്ടത്. കോഡിന്റെ നീളം നമുക്കറിയാം, അതായത് ലെങ്ത് ഓഫ് കോഡ് എത്ര ആണെന്ന് തന്നിട്ടുണ്ട്? 3 സെന്റിമീറ്റർ അല്ലെ. അപ്പൊ വശത്തിന്റെ നീളം എന്ന് പറയുമ്പോൾ ഇവിടെ കോഡിന്റെ ലെങ്ത് ആണ് 3 സെന്റിമീറ്റർ. ലെങ്ത് ഓഫ് കോഡ് എങ്ങനെ കണ്ടുപിടിക്കാം? 2r 2 ഇൻറ്റു r അല്ലെ, റേഡിയസ് ഇൻറ്റു 2r സൈൻ. എന്തിന്റെ സൈൻ ആണ്? സെൻട്രൽ ആംഗിളിന്റെ പകുതി അല്ലെ. അപ്പൊ ഇവിടെ സെൻട്രൽ ആംഗിൾ എത്രയാണോ അതിന്റെ പകുതി. അതല്ലെങ്കിൽ നാം പറഞ്ഞു സെൻട്രൽ ആംഗിൾ തന്നിട്ടില്ല. നമുക്ക് നോക്കിയാൽ ഈ കോഡ് ഇവിടെ അല്ലെ, ഈ സർക്കിൾ ഉണ്ടാക്കുന്ന ആംഗിൾ കിട്ടിയാലും മതി അല്ലെ. അപ്പൊ ഇതിന്റെ പകുതി എടുക്കുന്നതിന് പകരം ഇതിന്റെ പകുതി തന്നെയാണ് ഇത് അല്ലെ. അപ്പൊ നമുക്ക് 60 ഇവിടെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് 2r സൈൻ 60 = 3.
അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? 2r ഇൻറ്റു സൈൻ 60. സൈൻ 60യുടെ വാല്യൂ √3/2 അല്ലേ? അപ്പോൾ √3/2 = 3. അപ്പോൾ നമുക്കിവിടെ രണ്ടും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു. ബാക്കി എന്ത് വരും? r ഇൻറ്റു √3 = 3 എന്ന് കിട്ടി. അപ്പോൾ r എന്ത് വരും? 3 ഇവിടെ ഇൻറ്റു എന്നുള്ളത് ഇവിടെ പോകുമ്പോൾ √3 3/√3 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? ഇതിനെ √3 നമുക്ക് √3 നമുക്ക് √3 × √3 എന്ന് എഴുതാം അല്ലേ? √3 × √3 ആണ് 3 ഈ √3. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി എത്ര വരും? √3. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 114 ചോദ്യങ്ങളാണ് ഇവിടെ നമുക്ക് നോക്കിയേ, ഈ കോഡിന്റെ നീളങ്ങൾ തന്നിട്ടുണ്ട്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ റേഡിയസ് അല്ലെ, സർക്കിളിന്റെ റേഡിയസ് നമ്മൾ കണ്ടുപിടിക്കണം. ഇതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് നോക്കിയേ, നമ്മൾ ഇവിടെ ആവശ്യം വരും നമുക്ക് sin 30 അല്ലെങ്കിൽ sin 45, 60 ഇവയുടെ വാല്യൂകളാണ്. ഇത് വാല്യൂ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ എല്ലാവരും ഇത് ഓർമ്മയിൽ വെക്കാം. ഇനി ഇത് ഓർമ്മയിൽ വെക്കാൻ മറ്റൊരു എളുപ്പപ്പണി എന്താണെന്ന് നോക്കിയാൽ, ഏതെങ്കിലും ഇപ്പോൾ സൈൻ്റെ വാല്യൂ sin 30യുടെ വാല്യൂ നമുക്കറിയാം 1/2 അല്ലേ? sin 45 ആണെങ്കിലോ 1/√2. ഇനി sin 60 ആണെങ്കിലോ √3/2. ഇനി കോസിന്റെ വാല്യൂ കാണാൻ എന്ത് ചെയ്യണം? ഇത് കിട്ടുകയാണെങ്കിൽ കോസിന്റെ വാല്യൂ വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാം? ഇതിനെ റിവേഴ്സ് ഓർഡറിൽ എഴുതാം. അതായത് ഇവിടെ നിന്നിട്ട് എഴുതി തുടങ്ങാം √3/2, പിന്നെ ഇത് 1/√2, പിന്നെ ഇത് ഇങ്ങോട്ട് എഴുതാം 1/2. മനസ്സിലായില്ലേ? അപ്പം ഇത് ഈ ഓർഡറിൽ പോകുന്നു, നേരെ തിരിച്ചുള്ള ഓർഡറിൽ ഇത് എഴുതാം. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് വേഗം ട്രയാങ്കിൾ വരച്ചു നോക്കാം അല്ലേ? ഇത് 45 1 √2. ഇനി അടുത്ത എങ്ങനെ വരും അല്ലേ? ഇത് 60 ഡിഗ്രി, ഇത് 30 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഇത് 1 ആണെങ്കിൽ ഇവിടെ എത്ര വരും? ഇത് √3, ഇതിൻ്റെ ഇരട്ടി, ഇവിടെ 1ന്റെ ഇരട്ടി 2. ഓക്കെ, ഇനി നമുക്ക് ആദ്യത്തെ ചോദ്യം ചെയ്യാം. ഇവിടെ എന്താണ് നമുക്ക് എന്തിട്ടുള്ളത്? കോഡിന്റെ നീളം നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? കോഡ് തന്നിട്ടുണ്ട്, അതായത് ലെങ്ത് ഓഫ് കോഡ്. എത്രയാണ്? 2 സെന്റിമീറ്റർ. ഓക്കെ, ലെങ്ത് ഓഫ് കോഡ്, കോഡിന്റെ ലെങ്ത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം, ഇക്വേഷൻ അറിയാലോ. 2r sin എത്ര ഡിഗ്രിയാ? ഈ കോഡ് അല്ലേ? ഈ കോഡ് നോക്കിയാൽ ഈ സർക്കിൾ ഉണ്ടാക്കുന്ന ആംഗിൾ 30 ഡിഗ്രി. അപ്പൊ 2r sin 30 = 2. അതായത് 2r ഇൻറ്റു sin 30യുടെ വാല്യൂ എത്രയാണ്? 1/2. 1/2 = 2. ഇവിടെ നോക്കിയാൽ ഇവിടെ 2 ഉണ്ട് ക്യാൻസൽ ചെയ്തു അല്ലേ? അപ്പോൾ ബാക്കി എന്താണ്? r ഇൻറ്റു 1, അതായത് r = 2. ഇനി നമുക്ക് ഈ ചോദ്യം നോക്കാം. ഇവിടെ നോക്കിയാൽ ഇവിടെ നമുക്ക് സെൻട്രൽ ആംഗിൾ തന്നിട്ടുണ്ടോ? തന്നിട്ടില്ല. പക്ഷേ എന്ത് തന്നിട്ടുണ്ട്? ഇവിടെ നോക്കിയാൽ ഈ കോഡ് ഇവിടെ ഈ സർക്കിളിൻ്റെ ഇത്രയും ഭാഗത്ത് ഉണ്ടാക്കുന്ന ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട് 135 അല്ലേ? പക്ഷേ നമുക്ക് 135ന്റെ സൈൻ നമ്മുടെ ടേബിളുണ്ടോ? ഇല്ല. അപ്പോൾ നാം എന്ത് ചെയ്യണം? ശ്രദ്ധിക്കുക, ഈ കോഡ് ഈ സർക്കിളിൻ്റെ ഇത്രയും ഭാഗം അല്ലേ, ഇത്രയും ഭാഗത്ത് ഉണ്ടാക്കുന്ന ആംഗിൾ ഏതാണെന്ന് നോക്കാം. അതായത് ഇതും നമുക്ക് ഇവിടെ ഏതെങ്കിലും ഒരു പോയിന്റ് ആയിട്ട് നമുക്ക് കൂട്ടി യോജിപ്പിച്ച് നോക്കാം. ഇങ്ങനെ യോജിപ്പിച്ചു. ഈ ആംഗിൾ എത്രയായിരിക്കും? നമുക്കറിയാം ഇതൊരു സൈക്ലിക് ക്വാഡ്രിലേറ്ററലാണ് അല്ലേ? അതായത് ചക്രീയ ചതുർഭുജം. അപ്പോൾ നാം പഠിച്ചിട്ടുണ്ട് ചക്രീയ ചതുർഭുജത്തിലെ, അതായത് നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിലാണ് പഠിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ ചക്രീയ ചതുർഭുജത്തിലെ ഈ ഓപ്പോസിറ്റ് ആംഗിൾ എത്രയായിരിക്കും? രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി ആയിരിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് 135 ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 180 - 135 അല്ലേ? അതായത് എത്ര കിട്ടും നമുക്ക്? 45 ഡിഗ്രി. ഇത് നമുക്ക് ഇതേ രൂപത്തിൽ ചെയ്യാലോ. ലെങ്ത് ഓഫ് കോഡ് അല്ലെങ്കിൽ കോഡ് ലെങ്ത് ഓഫ് കോഡ് = എത്ര? ലെങ്ത് ഓഫ് കോഡിന്റെ നീളം 3 സെന്റിമീറ്റർ അല്ലേ? ലെങ്ത് ഓഫ് കോഡ് എങ്ങനെ കണ്ടുപിടിക്കാം? 2r sin ഏതാണ്? 45 അല്ലേ? sin 45 = 3. ഇനി 2r ഇൻറ്റു sin 45യുടെ വാല്യൂ എത്രയാണ്? 1/√2 = 3. ഇവിടെ നോക്കിയാൽ മുകളിൽ 2 ഉണ്ട് അല്ലേ? അപ്പോൾ 2ന് പകരം നമുക്ക് എന്ത് എഴുതാം? √2 × √2 എന്ന് എഴുതാം അല്ലേ? √2 × √2 ആണ് 2 അല്ലേ? ഇൻറ്റു 6
ഇൻറ്റു 1/√2 ഈക്വൽ ടു 3. മനസ്സിലായില്ലേ? ഈ 2നെ നാം √2 എന്ന് എഴുതി. ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഈ √2 ഒരു √2 ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ ബാക്കി എന്ത് വന്നു? √3 ഇൻറ്റു r ഈസ് ഈക്വൽ ടു 3. അങ്ങനെ അങ്ങ് r എന്ത് വരും? r ഈസ് ഈക്വൽ ടു 3/√2. അപ്പോൾ ഇത് മനസ്സിലായില്ലേ? ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. A circle is to be drawn passing through the ends of a line 5 centimeters long and the angle in one of the segment made by the line should be 80 degree. What should be the radius of the circle? അതായത് എന്താണ് പറഞ്ഞിട്ടുള്ളത്? 5 സെന്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ, ആ ലൈനിന്റെ രണ്ട് അറ്റങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സർക്കിള് വരയ്ക്കണം. ഇപ്പൊ ഈ ലൈൻ എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഇപ്പുറത്ത് സർക്കിളിന്റെ ഭാഗമുണ്ട്, അതുപോലെ ഇപ്പുറത്തും സർക്കിളിന്റെ ഭാഗമുണ്ട് അല്ലെ. അപ്പൊ സർക്കിൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കണം? 80 ഡിഗ്രി ആയിരിക്കണം. അങ്ങനെ വരയ്ക്കണമെങ്കിൽ ആ വൃത്തത്തിന്റെ റേഡിയസ് എത്രയായിരിക്കണം എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് നോക്കിയാൽ ഈ രണ്ട് പോയിന്റുകൾ ഈ സർക്കിൾ യോജിപ്പിക്കുന്ന ഈ ആംഗിൾ എത്രയായിരിക്കണം? 80 ഡിഗ്രി ആയിരിക്കണം അല്ലെ. അതായത് ഈ ആംഗിൾ 80 ഡിഗ്രി. മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ ഈ സർക്കിളിന്റെ റേഡിയസ് എത്രയായിരിക്കും എന്നാണ് ചോദ്യം. അപ്പൊ ചോദ്യം ഒന്ന് വളച്ചു തിരിച്ചു എന്നുള്ള, ബാക്കി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് തന്നെ അല്ലേ. അതായത് നമുക്ക് നോക്കിയേ, ഇവിടെ കോഡിന്റെ നീളം തന്നിട്ടുണ്ട്, നമുക്കറിയേണ്ട കാര്യം കോഡിന്റെ നീളം തന്നിട്ടുണ്ട്, ഈ ആംഗിൾ തന്നിട്ടുണ്ട്. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? റേഡിയസ് കണ്ടുപിടിക്കുക. അത്ര സിമ്പിളായ ചോദ്യമാണ്. അപ്പൊ ചോദ്യത്തെ ഒന്ന് വളച്ചു അല്ലേ, അത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റേഡിയസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. റേഡിയസ് കണ്ടുപിടിക്കണം. ഇവിടെ കോഡിന്റെ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ ലെങ്ത് ഓഫ് കോഡ് എത്രയാണ്? 5 സെന്റിമീറ്റർ. ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ സെയിം തന്നെ, ചോദ്യം തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കും. 5 സെന്റിമീറ്റർ കോഡ് അല്ലെ. അപ്പൊ ലെങ്ത് ഓഫ് കോഡിന്റെ ലെങ്ത് നമ്മൾ എങ്ങനെ കാണാം? 2r സൈൻ ഏതാണ് സൈൻ നോക്കിയാൽ ഇതിന്റെ ആംഗിൾ എത്രയാണ്? 80 ഡിഗ്രി അല്ലെ. അപ്പൊ സൈൻ 80 എന്നാ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളുള്ളത് ഈക്വൽ ടു 5. ഇനി 2r സൈൻ 80 അല്ലെ. സൈൻ 80യുടെ വാല്യൂ നമ്മുടെ ടേബിളിൽ നോക്കാം. അപ്പോൾ ടേബിളിൽ നമുക്ക്, അല്ലെങ്കിൽ നമുക്ക് ചോദ്യത്തിൽ നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. സൈൻ 80യുടെ വാല്യൂ എത്രയാണ്? 0.9848 ഈക്വൽ ടു 5. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന് ആറിന്റെ വാല്യൂ കണ്ടുപിടിക്കണം അല്ലേ. ഒന്നുകിൽ 2 സ്റ്റെപ്പായിട്ട് ചെയ്യാം, അതല്ലെങ്കിൽ ആറിന്റെ വാല്യൂ ഒറ്റയടിക്കാൻ കാണാം. r ഈക്വൽ ഇപ്പുറത്തുള്ളത് 5 ബൈ അല്ലെ, ഇതും ഇൻറ്റു ഇവിടെ ഇൻറ്റു. അപ്പൊ അടിയിൽ രണ്ടും എന്താ പോയി? ബൈ ആയിപ്പോയി അല്ലെ. അപ്പൊ 5/2 ഇൻറ്റു പിന്നെ ഇത് വരും 0.9848 അല്ലെ. ഈ ഇൻറ്റു എന്നുള്ളത് രണ്ടും ഇങ്ങോട്ട് പോകും, അടിയിലേക്ക് പോകും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 5 അല്ലെ. അപ്പൊ എല്ലാവരും ഇതൊന്ന് ഗുണിച്ച് എത്ര കിട്ടുന്നുണ്ടെന്ന് നോക്കാം. എത്ര കിട്ടി? 1.9696 അല്ലെ. ഇതാണ് കിട്ടിയിട്ടുണ്ടാവുക. ഓക്കെ. ഇനി എന്ത് വേണം? 5നെ 1.9696 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമുക്ക് ഇത്ര സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതിനെ 5 നോക്കിയേ, 5/1.96 പിന്നെ 9 ആണ് അല്ലെ. 9 അല്ല ഇവിടെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ ഇവിടെ 5നേക്കാൾ മുകളിലായതുകൊണ്ട് ഈ 6ന്റെ കൂടെ ഒന്ന് കൂട്ടാം. അപ്പൊ എത്ര വരും? 1.97 എഴുതാൻ മതി. അപ്പൊ 1.97. അപ്പൊ ആൻസറിൽ ഒരു ചെറിയ നേരിയ വ്യത്യാസം ഉണ്ടാവും, അതൊരു കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ഹരിക്കാൻ എളുപ്പത്തിന് എന്ത് ചെയ്യാം? പോയിന്റ് കളയാം അല്ലെ. പോയിന്റ് കളയാൻ എന്ത് വേണം? ഇവിടെ 2 സ്ഥാനമാണ്, അതുകൊണ്ട് 2 0, അതായത് എന്തുകൊണ്ട് ഗുണിക്കണം? 100 കൊണ്ട് ഇതിനെ ഗുണിക്കുക അല്ലെ. അപ്പൊ മുകളിലും നമുക്ക് 100 കൊണ്ട് ഗുണിക്കാം. അതായത് അപ്പൊ എന്ത് വരും? 5നെ 100 കൊണ്ട് ഗുണിച്ചാൽ 500 എന്ന് വരും, ബൈ ഇതിനെ 100 കൊണ്ട് ഗുണിച്ചാൽ 197 എന്ന് വരും. മനസ്സിലായില്ലേ? പോയിന്റ് കളഞ്ഞു. പോയിന്റ് കളയാൻ നാം എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ 100 കൊണ്ട് ഗുണിക്കുന്നു, ഇതിനെയും നമ്മൾ 100 കൊണ്ട് ഗുണിക്കുന്നു. അപ്പൊ 500/197 നമുക്ക് കിട്ടി. അപ്പൊ വേഗം ഒന്ന് ഹരിച്ചു നോക്കിയേ. 500 ഹരിക്കണം 197 അല്ലേ. അപ്പൊ 2 പ്രാവശ്യം തന്നെ പോകുള്ളൂ. അപ്പൊ 2 × 197 എത്ര കിട്ടും? 94 അല്ലെ. 394 നമുക്ക് കിട്ടും. ഇനി കുറയ്ക്കുമ്പോൾ 6 0 1 അല്ലെ. അപ്പൊ 106 കിട്ടി. 106 കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിനി 0 ഇറക്കിട്ടു, ഇവിടെ പോയിന്റ് ഇട്ടു. ഓക്കെ. ഇനി ഇവിടെ 1060 ഹരിക്കുന്ന 197 അല്ലേ. അപ്പൊ നമുക്ക് 5 പ്രാവശ്യം പോകും. അപ്പൊ 5 × 197 എത്ര വരും? 7 × 5 35, 5 മാറ്റി 3 45, 3 48, 4 4 5 9 അല്ലേ. അപ്പൊ 985 കിട്ടി. 5 7 അല്ലേ. 7. അപ്പൊ നമുക്ക് 75 കിട്ടി. എന്നാൽ ഒരു 0 നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ എത്ര വരും? 750 ഹരിക്കണം 197 എത്ര പ്രാവശ്യം പോകും? അപ്പൊ 3 പ്രാവശ്യം തന്നെ പോകുള്ളൂ. 3 7 3 21 അല്ലെ. ബാക്കി 2
9 27 2 29 ബാക്കി 2 ഒരു 3 3 2 5 591 അല്ലേ. അപ്പോൾ അങ്ങനെ പോട്ടെ. നമുക്ക് അത്ര കിട്ടി 2.53 നമുക്ക് കിട്ടി. അപ്പോൾ അത്ര ചെയ്താൽ മതി. ഈക്വൽ ടു 2.53 അല്ലേ, 53. ഇനി ഇത് മുഴുവൻ ചെയ്തിട്ട് ഇടുന്നവർക്ക് എന്ത് കിട്ടും? ആൻസർ ചെറിയൊരു വ്യത്യാസം കിട്ടും. ഒരു പക്ഷേ 2.5 ചെറിയൊരു വ്യത്യാസം വരും, 54 മറ്റോ കിട്ടും. മനസ്സിലായില്ലേ? അപ്പോൾ അതൊരു കുഴപ്പമില്ല, അത്ര സെൻറ്റിമീറ്റർ. ഇങ്ങനെ ആൻസർ കിട്ടും. അത് ഫുള്ള് ചെയ്ത് വരിക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ചോദ്യം ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം. ഇവിടെ എന്ത് തന്നെയാണ്? ഇവിടെ നമ്മുടെ എന്ത് കണ്ടുപിടിക്കണം? റേഡിയസ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ ഇതാണ് നമ്മുടെ കോഡ്. അപ്പോൾ കോഡിൻ്റെ നീളം നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ തന്നിട്ടുണ്ട് 140 ഡിഗ്രി. അപ്പോൾ നമ്മുടെ കോഡ് ലെങ്ത് അല്ലേ, കോഡിൻ്റെ ലെങ്ത്ത് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 8 സെൻറ്റിമീറ്റർ. ഞാനിൻ്റെ നീളം 8 സെൻറ്റിമീറ്റർ. അപ്പോൾ കോഡിൻ്റെ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കാം? 2r സൈൻ അല്ലേ. സൈൻ ഇവിടെ നോക്കിയാൽ സൈൻ നോക്കിയാൽ ഇവിടെ 140 ഡിഗ്രിയാണ് അല്ലേ. ഇവിടെ ഉണ്ടാക്കുന്ന ഈ ആംഗിൾ 140 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മുടെ ടേബിളിൽ 140 ഡിഗ്രി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല അല്ലേ. സൈൻ 140 ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ സർക്കിളിൻ്റെ ഈ ഭാഗത്ത് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണെന്നൊന്ന് നോക്കണം. അതായത് ഇത് നോക്കിയാൽ ഈ ഭാഗത്ത് എത്ര ഡിഗ്രി ആയിരിക്കും ഉണ്ടാക്കുക? ഇപ്പം നമ്മളിവിടെ ഏതെങ്കിലും ഒരു പോയിന്റ് യോജിപ്പിച്ച് നോക്കാം. ഇങ്ങനെ യോജിപ്പിച്ചു. അങ്ങനെ ഇത് 140 ആണ്. ഇത് എത്രയായിരിക്കും? ഇത് അതായത് നമുക്കറിയാം ഇതെന്താണ്? ഒരു സൈക്ലിക് കോർഡിനേറ്റ് അല്ലേ, ചക്രീയ ചതുർഭുജം. അതായത് 4 ചതുർഭുജത്തിന്റെ 4 കോർണറുകൾ എന്താണ്? സർക്കിളിലൂടെ കടന്നു പോകുന്നു അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിളുകൾ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടണം. അപ്പോൾ ഇത് 140 ആണെങ്കിൽ ഇതെന്ത് വരും? 140യിൽ നിന്ന് 140 കുറച്ചാൽ മതി അല്ലേ. 180യിൽ നിന്ന് 140 കുറച്ചാൽ മതി. അപ്പോൾ എത്ര കിട്ടി നമുക്ക്? 40 ഡിഗ്രി. അപ്പോൾ ഈ ആംഗിൾ നമുക്ക് കിട്ടി 40 ഡിഗ്രി. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്നും വരയ്ക്കാൻ നിൽക്കണ്ട. ഇവിടെ 140 ആണെങ്കിൽ ഉറപ്പ് ഇത് 180യിൽ നിന്ന് 140 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് 40 കിട്ടും. അപ്പോൾ 2r സൈൻ 40. അപ്പോൾ 2r സൈൻ 40 ഈസ് ഈക്വൽ ടു 8 അല്ലേ. അപ്പോൾ 2r ഇൻറ്റു സൈൻ 40. സൈൻ 40യുടെ വരെ ടേബിൾ നോക്കുക. ടേബിൾ എത്രയാണ്? 0.6428 ഈക്വൽ ടു 8. അങ്ങനെയാണെങ്കിൽ നമുക്ക് r കണ്ടുപിടിക്കാം അല്ലേ. r ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യും? 8 ബൈ ഇവിടെ 2 ഉണ്ട്, 2 അടി പോയി. പിന്നെ ഇവിടെ 0.6428 ഈക്വൽ ടു ഇവിടെ നമുക്ക് നോക്കിയാൽ 8 ഉണ്ട്, 2 ഉണ്ട് അല്ലേ. ഇവിടെ നിന്ന് ക്യാൻസൽ ചെയ്ത് പോകാൻ 2 ക്യാൻസൽ ചെയ്ത് ബാക്കി 4 ബൈ ഇവിടെ 0.64 പിന്നെ 2 ആണ് അല്ലേ. 28 തന്നെ തൽക്കാലം നമുക്ക് അത് ഒഴിവാക്കാം. ഇത്ര ചെയ്താൽ മതി. 0.64. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഈ പോയിന്റ് കളയാൻ വേണ്ടിയിട്ട് 2 സ്ഥാനമാണ്. അപ്പോൾ 100 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഇതിനെ 100 കൊണ്ട് ഗുണിക്കാം. അപ്പോൾ എന്ത് വരും? 400/64. ചെയ്ത് നോക്കിയാൽ 400 ഹരിക്കണം 64 അല്ലേ. 40 പോലെ 400 എത്ര പോകും? ഇവിടെ 4 ഇവിടെ 6 അല്ലേ. അപ്പോൾ 6 6 36 ആണ്. അപ്പോൾ നമുക്ക് 6 പോകും. അപ്പോൾ എത്ര വരും? 6 4 24 4 ബാക്കി 2 6 6 36 2 38. അപ്പോൾ 354 കിട്ടി. കുറയ്ക്കുമ്പോൾ നമുക്ക് 6 ഇവിടെ 1 16 0 ചേർത്ത് കൊടുത്തു 0.8. ഇനി 160 64 120 2 പ്രാവശ്യം പോകും. അപ്പോൾ 2 8 12 അല്ലേ. 128 കിട്ടി. അപ്പോൾ ഇവിടെ 2 ഇവിടെ 3 32. അപ്പോൾ ഇനി നിങ്ങൾ വല്ലാണ്ട് ഹരിച്ച് പോകണ്ട. എത്ര മതി? എത്ര കിട്ടി? 6.2. മനസ്സിലായില്ലേ? വല്ലാണ്ട് ഹരിച്ച് നേരൊന്നും കളയണ്ട. അതിനുള്ള സമയമൊന്നും നിങ്ങൾക്ക് കിട്ടില്ല. അതുകൊണ്ട് ഒരു സ്ഥാനം മാക്സിമം 2 സ്ഥാനം ഹരിക്കാൻ സമയം ഉണ്ടെങ്കിൽ 2 സ്ഥാനത്തിന് ഹരിച്ചിടുക, അല്ലെങ്കിൽ ഇത്ര വെച്ച് നിർത്താം. അപ്പോൾ 6.2 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്കിതിൽ ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിന് ചെയ്യാം.